ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കിഴി റിയാക്ഷനാണ് നമ്മുടെ വയനാട് ദുരന്തം. അവിടെ നമ്മുടെ ലാലേട്ടൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. അതായത് ആൾ എന്തുകൊണ്ട് പട്ടാള വേഷത്തിൽ എന്നുള്ളതൊക്കെയാണ് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു PK ട്രോൾസിൻ്റെ വീഡിയോ ഉണ്ട്, നമുക്കൊന്ന് കാണാം. ഓക്കെ. പടച്ചവൻ ചിലപ്പോ ചില കൈവിട്ട കളികളി. സമാധാനിക്ക്, എല്ലാം ദൈവനിശ്ചയല്ലേ. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് TV-യിലും വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വ്യാപ്തി. സൈനിക വേഷത്തിൽ മേൽപ്പടിയിലെത്തി മോഹൻലാൽ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ മോഹൻലാല് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ, വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണം ഉണ്ടോ ഇയാൾക്ക്? മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈര ഇയാൾ അവിടെ പോയി പറഞ്ഞതെന്ന് പറയിക്കാവോ ഇയാളെ കൊണ്ട്? കഴിവേറി മോനെ, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? പോറ നിനക്ക് വേണം. എല്ലാം നടുറോട്ടിട്ട് ചവിട്ടി ഞാൻ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്? ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്നാളും. ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കില്ല. എന്നിട്ട് താമം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. ഇവനോട് എന്താ പറയുന്നത് എനിക്കറിയാൻ വേണ്ടി. ഇങ്ങനെ എടുത്തും വന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് ചെന്നിട്ട് പറയാതെ അയാളോട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ പട്ടി പോലും പോകത്തില്ല. പിന്നെ വലിയ പണിക്കാരനാണല്ലോ. മലയാളികൾ കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. കാരണം അവൻ ആരാന്ന് ചോദിക്കും. മനസ്സിൽ ആദ്യം തന്നെ ചോദിക്കണം, ഇവൻ എന്തിനാ ഇവിടെ വന്നേ, ഇവൻ ആരാ? എന്താ കാര്യം? ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ചില ജാതി ചിന്തകളും ചില ജാതി പ്രവർത്തികളും അങ്ങനൊന്നും തൂത്താൽ പോവില്ല. ഇവൻ കേണലാണോ, സിനിമാടനാണോ, അതോ വേറെ ഏതെങ്കിലും TV അവതാരകനാണോ, പരസ്യത്തിൽ അഭിനയിക്കുന്നവനാണോ എന്ന് ചോദിക്കണം. ഇവനെന്താ ഇങ്ങനെ? ചില പട്ടികൾ കടിക്കും, ചിലത് കുറയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കില്ലേ ചോദ്യം. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്? ഇയാൾക്ക് മനസ്സിലാകത്തില്ല എന്നാളും. ഇത് ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ഒരാൾ ഇറങ്ങി ഷോ കാണിക്കാൻ വരുമ്പോ അതിന് പട്ടാളത്തിന്റെ സമയം കളയുന്നത് എന്തിനാ? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടംപോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണെങ്കിൽ സാറിനുള്ള നഷ്ടമുണ്ടോ? നഷ്ടോ? എനിക്കെന്ത് നഷ്ടം? പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സത്യേട്ടാ, ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? നീയാണോ കോടതി ഓടാൻ വരും? അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കോ. ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതെന്നാണ് ടൂറിസ്റ്റോ? ചുമ്മാ വായും പൊളിച്ചു പോയി നിൽക്കുക, അവരുടെ അത്ര സമയം കളയുക. പട്ടാളക്കാർ അവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവരും ഇവന് ചുറ്റും നടക്കുക. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അവന്റെ പൗരധർമ്മമാണല്ലോ. ഇവിടെ ഒരു മൊണ്ണ പോയേക്കുക കാണാൻ. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചു. എന്തിനു സന്ദർശിച്ചു? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. നിന്റെ പണി ഇതല്ലല്ലോ. നിന്നെ എന്തിനാ ഇങ്ങനെ ആക്കി ഇരുത്തിയേക്കുന്ന പട്ടാളത്തിന് നല്ലപോലെ അറിയാം. യുദ്ധം വന്നാൽ ഇവനെയൊക്കെ വിളിച്ചോണ്ട് പോവോ? ഇവൻ ആരാ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ എന്തോ ഇതിന്റെയൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ, നിന്റെ ഈ പത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് നോക്കിയിട്ട് ഈട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടളക്ക് ഞാൻ കേട്ടോ. കൊള്ള മോനെ.
നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകള്, സാധാരണ ലോക്കൽ ആൾക്കാര്. ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു. നല്ല കാര്യങ്ങൾക്ക് നിമിത്തമാകുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചു, ഇവിടെ അറിയുന്ന സ്ഥലമില്ല. ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണു നിറയുകയാണ്. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക. അതിന് നന്ദിയോ നമസ്കാരവും എന്താ പറയുന്നത്? ആ തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് അനുവാദം വേണ്ട. നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നു നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത്. കൂടെ ഞാനുണ്ട്. തീർത്ഥമുറകൾ അറിയില്ലെങ്കിലും തേരാളിയായി ഇവിടെ നിൽക്കാം. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. എന്താണ് ചെകുത്താന്റെ പ്രശ്നം? ചെകുത്താന് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലാലേട്ടനെ കുറിച്ച് എന്തെങ്കിലും കാണുമ്പോൾ ആൾക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വെകളി കയറുകയെന്ന് തോന്നുന്നു. പക്ഷെ ലാലേട്ടൻ നല്ലത് ചെയ്യുമ്പോൾ അതിന് നന്നായി നല്ലത് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ വിമർശിക്കാതിരിക്കാമെങ്കിലും ചെയ്തൂടെ? അതാണ് നമുക്കൊക്കെ ഓരോരുത്തരും ചിലപ്പം ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പം ഇന്ന ആളോട് നമുക്കൊക്കെ ദേഷ്യം വെറുപ്പുണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അയാൾ ഒരു നല്ലത് ചെയ്യുമ്പോൾ അത് നല്ലതാണെന്ന് പറയാനുള്ള മനസ്സും കൂടി നമ്മൾ കാണിക്കാറുണ്ട്. നല്ലതാണെന്ന് പറയണ്ട, അതെ, അല്ലെ മാന്യമായിട്ടും മിണ്ടാണ്ടിരിക്കണം. ഇതിപ്പോ എന്താണ് ഇത്ര ദേഷ്യം? അതായത് എന്താണ് ഇതില് ഒരു നെഗറ്റീവായിട്ട് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അതൊക്കെ പോട്ടെ, പറയുന്ന വാക്കുകളുണ്ടല്ലോ അത് പിന്നെ അസഹനീയമുണ്ടോ? സത്യമായിട്ടും ക്ലോസറ്റിൽ നിന്ന് വേറെ പ്രതീക്ഷിക്കും. അത് സത്യം. വാ തുറന്ന കക്കൂസാണ്, ഒരു രക്ഷയില്ല. സത്യമായിട്ട് പറയാം, വാ തുറന്ന കക്കൂസിലെ വർത്താനം മാന്യത അവിടുന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങോട്ടൊന്നും നോക്കാതിരിക്കുക നല്ലത്. പക്ഷെ ആൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഇനി നല്ലതായിട്ട് ആള് കാണുന്നില്ലേ? ആൾക്കിപ്പോ ഇതൊരു പ്രശ്നമായിട്ട് ആള് പറയുന്നത് എന്താണെന്നറിയോ? ആ സമയത്ത് 2 മണിക്കൂറെങ്കിലും പട്ടാളക്കാരൊക്കെ വെറുതെ ഇരുന്നു, അതായത് ലാലേട്ടന്റെ ചുറ്റിനും നിന്നു. അതായത് അവിടെ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഇനി ഇതൊക്കെ പറയട്ടെ, ഈ വീഡിയോ, ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ചെകുത്താന്റെ. ഇതിനകത്ത് പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ളവന്മാരുടെ കയ്യിൽ നിന്നൊന്നും പൈസ വാങ്ങിക്കരുതെന്ന്. ആ പറഞ്ഞ വർത്താനാണത്. അതാ എനിക്കറിയില്ല, സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ലാലേട്ടൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിൽക്കുകയാണ്, അത് നല്ലതാണോ മോശമാണോ അതൊന്നും നോക്കുന്നില്ല. ലാലേട്ടനാണോ വിമർശിക്കണം, മോശം വിമർശിക്കണം, തെറി വിളിക്കണം, അതാണ് ആളുടെ ഉദ്ദേശം. ഇതിനകത്ത് ആ സിനിമയിലെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അതാണ് സത്യം. 1 പൈസേന്റെ കാശിന് കൊള്ളൂല്ല, 9 പൈസേന്റെ കാശിന് ഉപദ്രവവും. അതാണ് സത്യം. അത് അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കട്ടിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ല, അത് സത്യമാണ്. എന്താണെന്നറിയോ? ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് അത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവാം. പിന്നെ അത് ചെകുത്താൻ പറയുന്നത് ശരിയാണല്ലോ, എന്തിനാ അവിടെ പോയത്, അവിടെ ആൾക്കാർ വെറുതെ നിന്നില്ലേ, അവിടെ ആ സമയത്ത് ദുരിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റൂലായിരുന്നോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നവരുണ്ടാവാം. മേ ബി ശരിക്ക് മണ്ണിനടിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ശ്രമമൊക്കെ മാക്സിമം അവിടെ നടത്തുന്നുണ്ട്, അതിലൊരു സംശയമല്ല. പിന്നെ അത് മാത്രമല്ല, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുപാട് പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അത് ചെറിയ കാര്യമായിട്ടാണോ ചെകുത്താൻ എടുക്കുന്നുള്ളതാണ് ചോദ്യം. ആളുടെ അത് എനിക്ക് തോന്നുന്ന അതാണ് ഞാൻ പറഞ്ഞ, മറ്റുള്ള ആര് എന്ത് ചെയ്താലും ഒരു വിഷയമില്ല. ഈ ലാലേട്ടനിലേക്ക് വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പൊ വേറെ ആരെ കുറിച്ചും ആള് പറയുന്നില്ലല്ലോ. അത് ഇത്രേ ഉള്ളൂ. അതായത് ഈ വിമർശിച്ചു വരുന്നവരില്ലേ, ഓരോ മനസ്സില് ഇവർ മാത്രമാ ശരി, മറ്റുള്ളവർക്കൊന്നും, അതായത് ലാലേട്ടൻ്റെ ഉള്ളിലൊന്നും നന്മയില്ല, നല്ല മനുഷ്യനൊന്നല്ല. ആള് ചെയ്യുന്നത് മൊത്തം ആളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നും അല്ലെങ്കിൽ ആൾ ഫുള്ള് അഭിനയിക്കുകയാണെന്നുള്ളൂ, അങ്ങനെയുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. ലാലേട്ടനെ കുറിച്ചുള്ള ചിന്ത അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇതൊരു പച്ചയായ മനുഷ്യനല്ല, ആൾക്ക് വേദനകളില്ല, ആൾക്ക് വേറൊരാളെ വേദന കാണുമ്പോൾ സങ്കടം തോന്നാറില്ല, അങ്ങനെയൊക്കെയാണ് ചിന്ത.
അതാണ് ഇവരുടെയൊക്കെ ചിന്താഗതിന്റെ കുഴപ്പമെന്നാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ എന്താണ് അതിൽ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇതുപോലെ തന്നെ, അതായത് ഫിലിം ഫെയർ അവാർഡ് നടന്നിട്ടുണ്ടായിരുന്നു, അവിടെ മമ്മൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നൻപകൽ നേരത്തെ നായകത്തിനല്ലേ? ഓക്കെ, എന്തായാലും അവിടെയുള്ള മമ്മൂട്ടിയുടെ സ്പീച്ച് ഉണ്ട്. ഇവിടെ ഈ അവാർഡ് എങ്ങാനും വാങ്ങാൻ ലാലേട്ടനാണ് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും. അതായത് ഇങ്ങനൊരു ദുരന്തം നടന്ന സമയത്ത് ആളവിടെ അവാർഡ് വാങ്ങാൻ പോയിരിക്കുകയാണെന്ന് പറയും. ഇതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇതിന്റെ സമയങ്ങളിൽ നമ്മൾ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ജോലിക്ക് പോകണം, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, അതായത് അവരുടെ മേഖലകളിൽ അവർക്ക് പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തായാലും മമ്മൂക്ക ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയിട്ട് ആള് വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആള് പറഞ്ഞു അതായത് മമ്മൂക്കവിടെ പോയത് എന്തിന് എന്ന് വിമർശിക്കുന്നവരില്ലേ, അവര് ഇത് കാണണം. തീർച്ചയായിട്ടും. അതായത് ഇത് എത്ര വലിയ കാര്യമാണ്. ഇത് അവിടെ ചെന്ന് ആ ഒരു ഓഡിയൻസിനോട് അല്ലെങ്കിൽ അവിടെ പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പോലും ഇതിലേക്ക് പിന്നെ ഫണ്ട് ചെയ്യേണ്ടവർ ചെയ്യും. സിനിമാ താരങ്ങളാണെങ്കിൽ പോലും ഇതിപ്പോ ശരിക്കും മമ്മൂക്ക അവിടെ നിന്ന് പറയുമ്പോൾ മറ്റുള്ള സിനിമ താരങ്ങൾക്കൊക്കെ അതൊരു മോട്ടിവേഷനാണ്, അവർക്ക് ചെയ്യാൻ തോന്നും. അതാണ് ഹെൽപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കൊക്കെ വലിയൊരു പ്രചോദനമായി മാറിയിട്ട് പലതും ചെയ്യാം. ഇപ്പോൾ രാംചരനും നമ്മുടെ ചിരഞ്ജീവി ഇവര് 1 കോടിയാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞ സാധനം വേണേ, ഇത് വെറുതെ പറയല്ല, അതായത് ഇവരെ പോലുള്ളവർ പറയണം. അതാണ് ഇപ്പൊ ലാലേട്ടൻ അവിടെ പോയിട്ട് എന്ത് നേട്ടാണുള്ളത് എന്നുള്ളത് ചെറുത്താൻ ചോദിച്ചില്ലേ, അത് ആൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്. ഇത് ലാലേട്ടൻ അവിടെ എത്തുമ്പോൾ അത് എത്തുന്നൊരു റീച്ച് ഉണ്ട്, അത് ചില്ലറ കാര്യമല്ലത്. അത് നമ്മളിവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് പോലെ അല്ല. ആ റീച്ച് ഭീകരാണ്. ആ റീച്ച് ഇപ്പൊ ഞാൻ പോയാലോ നീ പോയാലോ ആ സാധനം കിട്ടും ഇല്ല. അതിന് ഇതേപോലെയുള്ള ആൾക്കാർ തന്നെ അവിടെ എത്തണം. അങ്ങനെയുള്ള ആൾക്കാർ ചെല്ലുമ്പോഴാണ് ആ നാട്ടുകാരെന്നല്ല മറ്റുള്ള രാജ്യക്കാരുണ്ട്, അവര് ഇത് കാണുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം പോലും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത് പിന്നെ പണ്ടും ഉള്ളതാണ്, ഇപ്പോഴുള്ള ഈ കൊര എന്തെങ്കിലും നിൽക്കുമായിരിക്കും കേട്ടോ. എന്തായാലും പോവാണ്.